ഇന്ന് രാവിലത്തെ ഡ്യൂട്ടി ആയിരുന്നേ. ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വേഗം ഇറങ്ങി. എനിക്കൊന്ന് ഹെയർ സ്പാ ചെയ്യണമായിരുന്നു. ഞാൻ നമ്മുടെ ചുറ്റുമലയിലുള്ള ലാവൻഡർ എന്ന ബ്യൂട്ടി പാർലറിലാണേ വരുന്നത്. ഇവിടുത്തെ ലാലി ചേച്ചി എനിക്കൊരു 2-3 വർഷമായിട്ട് അറിയാം. എൻ്റെ മുടി ഒരു പ്രാവശ്യം സ്മൂത്തനിങ് ചെയ്ത കേട്ടോ, അത് ഈ ലാലി ചേച്ചിയായിരുന്നു. വലിയ ഹെയർ ഫോളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. എനിക്ക് മുടി സ്മൂത്തൻ ചെയ്ത് തന്നപ്പോഴേ ചേച്ചി ഒരു കാര്യം പറഞ്ഞോളൂ, ഹെയർ നല്ലതുപോലെ നോക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വന്ന് സ്പാ ചെയ്യണമെന്ന്. എന്നെക്കൊണ്ട് പറ്റാത്തൊരു കാര്യം അതാണേ. ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാ കേട്ടോ. ചേച്ചി എന്നോട് പറഞ്ഞ് ഇനിയെങ്കിലും ഞാൻ മുടി സൂക്ഷിക്കണമെന്ന്. ഞാൻ പൊതുവെ അങ്ങനെ സൂക്ഷിക്കാറില്ല കേട്ടോ. അങ്ങനെ ചേച്ചിയുടെ പണി തുടങ്ങി, ഹെയർ സ്പാ ചെയ്യാൻ തുടങ്ങി. ഞാൻ വന്ന ദിവസം ഏതായാലും കൊള്ളാമെന്ന് ചേച്ചി പറഞ്ഞ്. അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ, അവിടുത്തെ പൈപ്പ് കംപ്ലൈൻ്റ് ആയിരുന്നു. പാവം ചേച്ചി എന്നിട്ട് താഴെ പോയി വെള്ളം എടുത്തിട്ട് വന്നിട്ട് കേട്ടോ എനിക്ക് സ്പായൊക്കെ ചെയ്ത് തന്നത്. മുടി നന്നായിട്ട് വാഷ് ചെയ്ത് നല്ലതുപോലെ തോർത്ത് കെട്ടി തന്നു കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മസാജിങ് ആണ്. എനിക്ക് ഹെയർ സ്പായിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഈ മസാജിങ് ആണ്. മസാജ് ചെയ്യുമ്പോൾ തലയ്ക്ക് പ്രത്യേക ഒരു ഫീലാട്ടോ. ഞാൻ ഈ മുടി സ്മൂത്തൻ ചെയ്തതിന് ശേഷം കേട്ടോ ഈ സ്പായൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ ഫൈനലി മുടിക്ക് ചെറിയൊരു ഹീറ്റൊക്കെ തന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി തരുവാണ്. മുടി നല്ലതുപോലെ ഡ്രൈ ആക്കി തന്ന് നല്ല വൃത്തിയായിട്ട് ചീപ്പിയൊക്കെ ഇട്ട് തന്നിട്ട് ഫൈനലി എൻ്റെ ഹെയർ ദേ ഇങ്ങനെ ആയി കേട്ടോ. ഞാനൊരു 2 വർഷം മുന്നേ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ മുടി ദേ നല്ല ഡ്രൈ ആട്ടോ. എന്നാലും സ്പാ ചെയ്യുന്ന ഒരു 2 ദിവസം മുടി നല്ല സെറ്റായിട്ട് കിടക്കും. അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. ഇത് ആദ്യത്തെ 2 ദിവസത്തേനേ ഉള്ളൂ, പിന്നെ പഴയത് കണക്ക് നോർമലാവും. എന്നാലും സാരമില്ല. അങ്ങനെ നമ്മൾ സ്പായൊക്കെ കഴിഞ്ഞ് വേഗം പോകാൻ നേരം ഞാൻ വീണ്ടും മുടി എൻ്റെ പഴയ രീതിയിൽ തന്നെ കെട്ടി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ടാറ്റാ ബേബി, സീ യു.